ഐസ്ലാൻഡിലെ റേക്യാവിക് ഡൊമസ്റ്റിക് എയർപോർട്ടിൽ ഞാൻ ഇപ്പോൾ വന്നിറങ്ങിയതേയുള്ളൂ. അക്കുറേറി എന്ന പട്ടണത്തിൽ നിന്ന് ഒരു ചെറിയ വിമാനത്തിലാണ് ഇവിടേക്ക് വന്നത്. എന്റെ സുഹൃത്തും നാട്ടുകാരനുമായ സാം ഹരിദാസ് കാറുമായി വന്നിട്ടുണ്ട്. സാമിന്റെ കാറിൽ കയറി ഞാൻ ടൗണിലേക്ക് പോവുകയാണ്. റേക്യാവിക്കിൽ നിന്നും 3 ദിവസം മുൻപാണ് ഞാൻ ഐസ്ലാൻഡിന്റെ ഉൾനാടുകളിലേക്ക് പുറപ്പെട്ടത്. ഡൊമസ്റ്റിക് എയർപോർട്ട് ചെറിയ വിമാനങ്ങൾക്ക് മാത്രം ഇറങ്ങാവുന്ന ഒരു ചെറിയ എയർപോർട്ടാണ്. അതുകൊണ്ടാണ് കെഫ്ലാവിക് എന്ന സ്ഥലത്ത് വലിയ വിമാനങ്ങൾക്കിറങ്ങാവുന്ന വലിയ എയർപോർട്ട് വന്നത്. എനിക്കിനി രാത്രിയിൽ കെഫ്ലാവിക്കിലേക്ക് പോകണം. അവിടെ നിന്നാണ് നാളെ എന്റെ വിമാനം. ഇതിവിടുത്തെ ഹയർ സെക്കൻഡറി സ്കൂളാണ്. ഇവിടെയാണ് സാമിന്റെ മൂത്ത മകൻ പഠിക്കുന്നത്. നേരം 5 മണി കഴിഞ്ഞിട്ടുണ്ട്. എന്നെ കെഫ്ലാവിക്കിൽ കൊണ്ടുചെന്നിറക്കണം. സാമിന്റെ ജോലി ഇന്നതാണ്. ഭക്ഷണം കഴിച്ചിട്ട് പോകാം എന്നാണ് സാം പറയുന്നത്. അദ്ദേഹം ജോലി ചെയ്യുന്ന നേപ്പാളി റെസ്റ്റോറന്റിൽ നിന്ന് തന്നെയാവാം ഭക്ഷണമെന്നാണ് തീരുമാനം. ഹാർബർ ഏരിയയിലൂടെയാണ് പോകുന്നത്. ഹാർബർ ഏരിയയിൽ തന്നെയാണ് റെസ്റ്റോറന്റ്. നിരവധി റെസ്റ്റോറന്റുകളുള്ള ഒരു പ്രദേശം കൂടിയാണ് ഹാർബർ ഏരിയ. ഇക്കാണുന്നതെല്ലാം റെസ്റ്റോറന്റുകൾ തന്നെ. അതിൽ ഹിമാലയൻ സ്പൈസ് എന്ന ഇതാണ് സാമിന്റെ റെസ്റ്റോറന്റ്. ഞങ്ങൾ കാറിൽ നിന്നിറങ്ങി അവിടേക്ക് നടന്നു. ഒരു നേപ്പാളി കുടുംബമാണ് ഇത് നടത്തുന്നത്. നന്നായി പ്രവർത്തിക്കുന്ന ഒരു റെസ്റ്റോറന്റാണ്. വീക്കെൻഡുകളിലാണ് ഇവിടെ തിരക്കുണ്ടാവുക. ഞാൻ അകത്തേക്ക് കയറി ചെന്നു. ഗസ്റ്റുകളുള്ള ഭാഗത്തേക്ക് ഞാൻ ക്യാമറ തിരിക്കുന്നില്ല. ഇവിടെ എല്ലാ റെസ്റ്റോറന്റിലും ഒരു ബാർ ഉണ്ടാവും. നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ. സാം ഇവിടുത്തെ ഷെഫാണെങ്കിലും ഇന്ന് എന്റെ കൂടെ അതിഥിയായി അത്താഴത്തിനിരുന്നു. വാൽക്കിണ്ടിയിലാണ് വെള്ളം വച്ചിരിക്കുന്നത്. നേപ്പാളി പാത്രങ്ങളാണ്. നല്ല ഒന്നാന്തരം കുത്തിരിച്ചോറ് എനിക്ക് വേണ്ടി സ്പെഷ്യലായി സാം പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഇവിടെയുള്ള നേപ്പാളികളും ഉത്തരേന്ത്യക്കാരുമൊക്കെ പച്ചരിച്ചോറാണ് കഴിക്കുക. ചോറ് സാം വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടു വന്നതാവുമെന്ന് എനിക്ക് മനസ്സിലായി. അല്ലാതെ ഇവിടെ കുത്തിരിച്ചോറ് വരേണ്ട ഒരു കാര്യവുമില്ല. അങ്ങനെ നാട്ടുകാരന്റെ ആതിഥ്യം സ്വീകരിച്ചു. ചിക്കൻ കറി കൂട്ടി കുത്തിരിച്ചോറുണ്ടു. നാട്ടുവിശേഷവും വീട്ടുവിശേഷവും ഒക്കെ പറഞ്ഞ് കുറെ നേരം ഞങ്ങൾ അവിടെ ഇരുന്നു. പിന്നെ കാറിൽ കയറി. ഇപ്പോൾ നേരം 10 മണിയായിട്ടുണ്ട്. ഇനി എനിക്ക് കെഫ്ലാവിക്കിലെത്തണം. കെഫ്ലാവിക്കിലെ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നാണ് നാളെ രാവിലെ എനിക്ക് കോപ്പൻഹേഗനിലേക്ക് യാത്രയാവേണ്ടത്. ഇത് നൈറ്റ് ക്ലബ്ബുകളുടെ ഒരു സ്ട്രീറ്റാണ്. ധാരാളം നൈറ്റ് ക്ലബ്ബുകളും കോഫി ഷോപ്പുകളും എല്ലാമുണ്ട്. ഇനി പട്ടണം വിട്ടു പോകണം. ഹർപ്പ എന്ന കൺസേർട്ട് ഹാളാണ് ഇടതുവശത്ത് മുന്നിൽ കാണുന്നത്. ഇവിടെ നിന്നും ഏതാണ്ട് 50 മിനിറ്റിന്റെ യാത്രയുണ്ട് കെഫ്ലാവിക്കിലേക്ക്. എറണാകുളം സിറ്റിയിൽ നിന്ന് നെടുമ്പാശ്ശേരിക്ക് പോകുന്നത് പോലെ തന്നെ. കെഫ്ലാവിക് മറ്റൊരു പട്ടണമാണ്. നാളെ രാവിലെ 6:30 എനിക്കുള്ള ഫ്ലൈറ്റ്. അതുകൊണ്ട് തന്നെ 4 മണിക്കെങ്കിലും എയർപോർട്ടിലെത്തണം. എയർപോർട്ടിന് തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലിലാണ് രാത്രി ഉറക്കത്തിനായി ഞാൻ മുറി ബുക്ക് ചെയ്തിരിക്കുന്നത്. അവിടെ എത്തുമ്പോഴേക്കും 11 മണിയാവും. പുലർച്ചെ 3 മണിവരെ കിടന്നുറങ്ങാം. സാമിനോട് ഇവിടുത്തെ ജീവിതത്തെക്കുറിച്ച് ചോദിച്ചറിഞ്ഞുകൊണ്ട് യാത്ര തുടർന്നു. കോവിഡിന് ശേഷം 2023 വരെ ഇവിടെ ടൂറിസം അത്ര സജീവമായിരുന്നില്ല. 2024 സമ്മർ മുതൽ ധാരാളം ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. ഇപ്പോൾ കെഫ്ലാവിക്കിലേക്ക് എത്തിയിരിക്കുന്നു. ഹോട്ടലുകളും എയർപോർട്ടുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുമാണ് ഇവിടെ കൂടുതലായുമുള്ളത്. എയർപോർട്ടിലെ ജീവനക്കാരുടെ താമസയിടങ്ങൾ, ട്രാവൽ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ എന്നിവയെല്ലാമുണ്ട്. കൂടാതെ ഒരു ഫിഷിംഗ് പ്രദേശം കൂടിയാണിവിടം. നേരെ മുന്നിൽ അങ്ങകലെ ഒരു ഹോട്ടൽ കാണുന്നുണ്ട്. പാർക്ക് ഇൻ ഹോട്ടൽ. അവിടെയാണ് ഞാൻ മുറിയെടുത്തിരിക്കുന്നത്. റാഡിസൺ ഗ്രൂപ്പിന്റെ ഹോട്ടലാണ്. 116 മുറികളുള്ള ഹോട്ടൽ. അതിനു മുന്നിലിറങ്ങി. സാമിനോട് യാത്ര പറയേണ്ട സമയമായി. എന്നെ വന്നിറങ്ങിയപ്പോൾ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയതും സാമായിരുന്നു. ഇനി നാട്ടിൽ വരുമ്പോൾ കാണാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ വെച്ചു പിരിഞ്ഞു. ലോകത്ത് എവിടെയാണ് മലയാളി ഇല്ലാത്തത്? മലയാളി ഉണ്ടെന്നതു മാത്രമല്ല, എന്റെ മരങ്ങാട്ട് പള്ളിക്കാറില്ലാത്ത നാടും ലോകത്തില്ല എന്ന സ്ഥിതി എത്തിയിരിക്കുന്നു. സാം പോയി. 2016 ഇവിടെ പ്രവർത്തനം തുടങ്ങിയ ഹോട്ടലാണ് പാർക്ക് ഇൻ ബൈ റാഡിസൺ. ഞാൻ ഹോട്ടലിനകത്തേക്ക് കയറി ചെന്നു. ഇവിടെ തീരെ ആളണക്കമില്ല. ഹോട്ടലിൽ വേറെ ഗസ്റ്റുകളുണ്ടോ എന്ന് പോലും സംശയം തോന്നും. റിസപ്ഷനിൽ ചെന്നു. അവിടെ ഒരാളുണ്ടായിരുന്നു.
ചെക്ക് ഇൻ ചെയ്തു. റൂം കീ തന്നു. ഇത് ഒരു ഹോട്ടലിന്റെ ലോബിയാണെന്ന് തന്നെ തോന്നില്ല. ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് പോലെയുണ്ട്. കുറേയേറെ സ്ഥാപനങ്ങളുണ്ടെന്ന് തോന്നുന്ന മട്ടിൽ അതിവിശാലമായ ഒരു ഏരിയ. അതിലൂടെ നടന്ന് മുകളിലെ നിലയിലേക്ക് പോകാനുള്ള ലിഫ്റ്റ് കണ്ടുപിടിക്കാൻ തന്നെ കുറച്ചു പാടുപെട്ടു. അവിടെ സോഫയും മറ്റും ഇട്ടിരിക്കുന്നു. രണ്ടാം നിലയിലേക്ക് കയറി ചെന്നു. കളർ സ്കീമും ലൈറ്റിങ്ങുമെല്ലാം രസകരം. തരക്കേടില്ലാത്ത നല്ലൊരു ഹോട്ടൽ തന്നെയാണ്. 234 മുറിയിലേക്ക് കയറി ചെന്നു. ഗംഭീര റൂമാണ്. നല്ല സ്പേഷ്യസ് ആയ മുറി, നല്ല ലൈറ്റിങ്ങും കളർ സ്കീമും, മികച്ച ഫെസിലിറ്റികൾ. ഇന്റർനാഷണൽ ഹോട്ടലുകൾക്കെല്ലാം സ്വാഭാവികമായും ഈ ഒരു ക്വാളിറ്റി ഉണ്ടാവുമല്ലോ. പക്ഷേ നമ്മുടെ മുംബൈയിലൊക്കെയുള്ള എയർപോർട്ട് ഹോട്ടലുകൾക്ക് ഇത്രയൊന്നും ക്വാളിറ്റി ഉണ്ടാവാറില്ല. അധികം താമസിയാതെ ഉറങ്ങാൻ കിടന്നു. അടുത്ത ദിവസം പുലർച്ചെ എയർപോർട്ടിലേക്ക് പോകാനുള്ള ടാക്സി ഹോട്ടലുകാർ തന്നെ അറേഞ്ച് ചെയ്തിരുന്നു. എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റി. അലാം വെച്ചാണ് ഞാൻ ഉറങ്ങാൻ കിടന്നതെങ്കിലും ഏതോ ഒരു സ്വപ്നത്തിനിടെ അലാം അടിച്ചപ്പോൾ അത് ഓഫ് ചെയ്ത് വീണ്ടും കിടന്നുറങ്ങി. ടാക്സി വന്ന് കുറച്ചുനേരം കഴിഞ്ഞിട്ടും എന്നെ കാണാതെ വന്നപ്പോൾ റിസപ്ഷനിലെ ജോലിക്കാരൻ മുറിയിൽ വന്ന് മുട്ടി വിളിച്ചാണ് എണീപ്പിച്ചത്. പെട്ടെന്ന് തന്നെ റെഡിയായി പുറത്തിറങ്ങി. എങ്കിലും അരമണിക്കൂർ വൈകി. യാത്രകളിലൊന്നും ഇത്തരമൊരു അനുഭവം ഇതിനു മുൻപുണ്ടായിട്ടില്ല. ടാക്സിക്കാരൻ എന്നെ എയർപോർട്ടിൽ കൊണ്ടുവന്നിറക്കി. അല്പം വൈകിയെങ്കിലും പ്രശ്നമൊന്നുമുണ്ടായില്ല. ഹോട്ടലിലെ ജീവനക്കാരൻ കൃത്യസമയത്ത് ഇടപെട്ടതുകൊണ്ടാണ് ഇപ്പോഴെങ്കിലും ഇവിടെ എത്താനായത്. 4:30 കഴിഞ്ഞപ്പോഴേക്കും എയർപോർട്ടിലെത്തി. ഇവിടെ വന്നിറങ്ങിയപ്പോൾ കെഫ്ലാവിക് എയർപോർട്ട് ചെറിയൊരു വിമാനത്താവളമാണെന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ ഇതത്ര ചെറുതൊന്നുമല്ല. നമ്മുടെ ബാംഗ്ലൂർ എയർപോർട്ടിന്റെ അത്രയൊക്കെയുണ്ട്. അത്രയേറെ വിമാന സർവീസുകളുമുണ്ട്. ഐസ്ലാൻഡ് എയറിന്റെ ഹബ്ബ് ഈ എയർപോർട്ടാണ്. ഇവിടെ നിന്ന് യൂറോപ്പിന്റെ വിവിധ നഗരങ്ങളിലേക്കും അമേരിക്കയിലേക്കുമെല്ലാം ഐസ്ലാൻഡ് എയർ സർവീസ് നടത്തുന്നുണ്ട്. ഇവിടെ എമിഗ്രേഷൻ പരിശോധനകളൊന്നുമില്ല. സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞു. ഇപ്പോൾ ഇന്റർനാഷണൽ എയർപോർട്ടുകളിൽ പലതിൻ്റെയും ഒരു സ്വഭാവം ഇതാണ്. സീലിംഗ് ഒന്നും വലിയ ഓർണമെന്റൽ ആയിരിക്കില്ല. മേൽക്കൂരയും സ്റ്റീൽ ഗർഡറുകളുമൊക്കെ നമുക്ക് കാണാം. നിലവും ചുമരുകളുമെല്ലാം ഭംഗിയായി ഒരുക്കി വെച്ചിട്ടുണ്ടാവും. മൊത്തത്തിൽ ഒരു സൗന്ദര്യമുണ്ട്. ഞാൻ ഗേറ്റ് കണ്ടുപിടിക്കാനായി നടന്നു. തിരികെ പോകുന്നതും ഫ്ലേ എയർലൈൻസ് വിമാനത്തിലാണ്. ആദ്യമായാണ് ഞാൻ അങ്ങനെ ഒരു എയർലൈൻസിന്റെ പേര് കേൾക്കുന്നത്. ഒരു ബജറ്റ് എയർലൈനാണത്. എയ്റോ ബ്രിഡ്ജിലൂടെ ഞാൻ അതിന്റെ അകത്തേക്ക് നടന്നു ചെന്നു. ഒരു എയർബസ് A320 നിയോ എയർക്രാഫ്റ്റ് ആണ്. വിമാനത്തിൽ എല്ലാ സീറ്റിലും നിറയെ ആളുകളുണ്ട്. ഒറ്റ സീറ്റ് പോലും ഒഴിഞ്ഞു കിടക്കുന്നില്ല. ഞാൻ പുറത്തെ കാഴ്ചകളും കണ്ടങ്ങനെയിരുന്നു. ഐസ്ലാൻഡിലേക്ക് പ്രധാനമായും 2 എയർലൈൻസുകളാണ് കൂടുതൽ സർവീസ് നടത്തിയിരുന്നത്. ഐസ്ലാൻഡ് എയറും ബജറ്റ് എയർലൈനായ പ്ലേ എയറും. ഐസ്ലാൻഡ് എയറിന്റെ വിമാനമാണ് ആ കിടക്കുന്നത്. അവർക്ക് വളരെ വലിയ വിമാനങ്ങളൊന്നുമില്ല. 200-ൽ താഴെ സീറ്റുള്ള വിമാനങ്ങളാണ് കൂടുതലും. യൂറോപ്പിലെ ആംസ്റ്റർഡാം, ബെർലിൻ, ബാഴ്സലോണ, കോപ്പൻഹേഗൻ, ഫ്രാങ്ക്ഫർട്ട്, പ്രാഗ്, റോം, സൂറിച്ച്, ലണ്ടൻ, സ്റ്റോക്ക്ഹോം തുടങ്ങി 20-ലേറെ നഗരങ്ങളിലേക്ക് ഐസ്ലാൻഡ് എയറിന്റെ സർവീസുണ്ട്. അമേരിക്കയിലെ ഷിക്കാഗോ, ഡെൻവർ, ന്യൂയോർക്ക്, സിയാറ്റിൽ, വാഷിംഗ്ടൺ തുടങ്ങിയ നഗരങ്ങളിലേക്കും. എന്റെ സഞ്ചാരത്തിലെ 151ാമത്തെ രാജ്യമായ ഐസ്ലാൻഡിൽ നിന്നും ഞാൻ മടങ്ങുകയാണ്. വിമാനം ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ താഴെ കെഫ്ലാവിക് നഗരത്തിന്റെ ഭാഗങ്ങൾ കാണാം. ഓരോ രാജ്യത്തും സഞ്ചാരം ചിത്രീകരണം കഴിഞ്ഞു മടങ്ങുമ്പോൾ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇനി ഒരിക്കൽ ഞാൻ ഇവിടേക്ക് വരാൻ സാധ്യതയുണ്ടോ എന്നതാണത്. ഐസ്ലാൻഡിലേക്ക് ഒരു ടൂറിസ്റ്റായി ഇനി വരാനുള്ള സാധ്യത കുറവാണ്. ടൂർ കമ്പനിയുടെ പ്രതിനിധിയായിട്ടോ മറ്റെന്തെങ്കിലും ആവശ്യത്തിനോ ചിലപ്പോൾ വന്നേക്കാം. എങ്കിലും ഉത്തര അറ്റ്ലാന്റിക്കിൽ ഉത്തരധ്രുവത്തോട് ചേർന്ന് കിടക്കുന്ന ഈ വിദൂര ദ്വീപിലേക്ക് വരാനുള്ള സാധ്യത വളരെ വിരളമാണെന്ന് തന്നെ പറയാം. വിമാനം അറ്റ്ലാന്റിക് സമുദ്രത്തിന് മുകളിലൂടെ പറന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 3.5 മണിക്കൂർ പറന്ന് വിമാനം ഡെൻമാർക്കിന്റെ ദ്വീപുകളുടെ മുകളിലേക്ക് എത്തിയിരിക്കുന്നു. ദുഃഖകരമായ ഒരു കാര്യം കൂടിയുണ്ട്. പ്ലേ എയർ വിമാനങ്ങളിലെ അവസാന യാത്രികരിൽ ഒരാളാണ് ഞാൻ. 2025 സെപ്റ്റംബർ മാസത്തോടെ പ്ലേ എയർ വിമാന കമ്പനി അവരുടെ എല്ലാ സർവീസുകളും അവസാനിപ്പിച്ചിരിക്കുകയാണ്. 4 വർഷം മുൻപ് പ്രവർത്തനം ആരംഭിച്ച ഈ കമ്പനി സാമ്പത്തിക പ്രശ്നങ്ങളെ തുടർന്നാണ് അടച്ചുപൂട്ടുന്നത്. എയർപോർട്ടിലേക്ക് താഴുകയാണെന്ന അറിയിപ്പ് വന്നു.
ഇപ്പോൾ താഴെ കാസ്ട്രൂപ്പ് എന്ന ദ്വീപാണ്. ഈ ദ്വീപിലാണ് കോപ്പൻഹേഗൻ ഇന്റർനാഷണൽ എയർപോർട്ട്. റൺവേയുടെ മുകളിലേക്ക് വിമാനം താഴുന്നു. കോപ്പൻഹേഗനിലേക്ക് ഞാനിത് 2ാം തവണയാണ് വന്നിറങ്ങുന്നത്. ആദ്യം ഇവിടെ വന്നപ്പോഴും പിന്നീടിപ്പോൾ ഐസ്ലാൻഡിൽ പോയി തിരിച്ചു വരുമ്പോഴും. സമയം 11:35. കൃത്യസമയത്ത് തന്നെ എത്തിയിരിക്കുന്നു. ഇവിടെ പരിശോധനകളൊന്നുമില്ല. ഐസ്ലാൻഡിലും സെക്യൂരിറ്റി ചെക്ക് അല്ലാതെ എമിഗ്രേഷൻ പരിശോധനകൾ ഒന്നും ഉണ്ടായിരുന്നില്ല. യൂറോപ്പിൽ ഏതെങ്കിലും ഒരു രാജ്യത്ത് വന്നിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പോരുമ്പോൾ പോലും വലിയ പരിശോധനകളില്ലെന്ന് പറയാം. മടങ്ങിപ്പോകുന്നവരെ പരിശോധിക്കേണ്ട കാര്യമില്ലാത്തതുകൊണ്ടായിരിക്കും. വിസ കിട്ടാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. സമ്മർ അവധിക്കാലത്ത് USA, സ്കാൻഡിനേവിയ ആൻഡ് ബാൾട്ടിക്, ജപ്പാൻ ആൻഡ് കൊറിയ, ചൈന ആൻഡ് മംഗോളിയ, 5 ആഫ്രിക്കൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിലേക്ക് സഞ്ചാരത്തിനൊപ്പം സഞ്ചരിക്കാൻ ഇപ്പോൾ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക അല്ലെങ്കിൽ മെസ്സേജ് അയയ്ക്കുക. ഫോൺ 7591966600. മൊറോക്കോ, നോർത്ത് മാസിഡോണിയ, കസാഖിസ്ഥാൻ, സാംബിയ, സിംബാബ്വെ. സഞ്ചാരം പെൻഡ്രൈവ് വോളിയം നമ്പർ 21. അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 99954442. ഇവിടെയും പരിശോധനകളൊന്നുമില്ല. നേരെ പുറത്തേക്ക് ഇറങ്ങിപ്പോകാം. കസ്റ്റംസിന്റെ ഒരു ഗേറ്റ് കടക്കണമെന്ന് മാത്രം. വലിയൊരു എയർപോർട്ടാണ് കോപ്പൻഹേഗനിലേത്. ഇവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഇന്ന് ഡെൻമാർക്കിന്റെ ഉൾനാടുകളിലേക്കും ചില ഗ്രാമങ്ങളിലേക്കുമെല്ലാം പോകണം. ഇവിടെ എൻ്റെ 1-2 സുഹൃത്തുക്കൾ കാണാൻ വരും. മലയാളി സുഹൃത്തുക്കളാണ്. ഞാൻ ഇവിടേക്ക് വരുന്നുണ്ടെന്നറിഞ്ഞ് അവർ എന്നെ കോണ്ടാക്ട് ചെയ്യുകയായിരുന്നു. പുറത്തേക്ക് ചെല്ലുമ്പോൾ അവർ ഇവിടെ കാത്തു നിൽപ്പുണ്ട്. കറുത്ത ടീഷർട്ട് ഇട്ട ഇയാൾ വിദ്യാദത്ത്. അടുത്തുള്ളത് ഫഹദ് മഷൂദ്. ഫഹദ് കണ്ണൂർകാരനാണ്. വിദ്യാദത്ത് എറണാകുളം സ്വദേശിയും. ഇവർ കുറച്ചു നേരമായി എന്നെ കാത്തു നിൽക്കുകയായിരുന്നു. അവർ വിദ്യാദത്തിന്റെ കാറിലാണ് വന്നിരിക്കുന്നത്. വിദ്യാദത്തിന്റെ സുഹൃത്താണ് ഫഹദ്. കുറെ കാലമായി ഇവിടെയുള്ളയാളാണ് വിദ്യാദത്ത്. കോപ്പൻഹേഗനിൽ കുടുംബസമേതം താമസിക്കുന്നു. ഫഹദും ഏതാനും വർഷങ്ങളായി ഇവിടെയുണ്ട്. ഈ നഗരത്തിൽ തന്നെയാണ് ജോലി ചെയ്യുന്നതും. എയർപോർട്ടിന്റെ അതിവിശാലമായ പാർക്കിംഗ് ഏരിയ. ഭൂമിക്കടിയിലാണത്. അവിടെ നിന്നും ഞങ്ങൾ പുറത്തേക്ക് നീങ്ങി. ഇന്ന് കുറെ സ്ഥലങ്ങളിലേക്ക് പോകണം. അതിന്റെ കാര്യങ്ങളെല്ലാം വിദ്യാദത്തിനെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. വിദ്യയാണ് ഇവിടുത്തെ എന്റെ ആതിഥേയൻ. ഒരു ടെസ്ല കാറുമായാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. അതിലാണ് ഇന്നത്തെ യാത്ര. എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങി യാത്ര തുടങ്ങി. എയർപോർട്ട് ഏരിയയെല്ലാം വളരെ രസകരമാണ്. ഇടതുവശത്ത് കാണുന്ന കംഫർട്ട് ഹോട്ടലിലാണ് ഇന്ന് രാത്രി ഞാൻ താമസിക്കുക. നല്ലൊരു ഹോട്ടലാണത്. അതിൽ നിന്ന് എയർപോർട്ടിനകത്തേക്ക് പാസേജ് വരെയുണ്ട്. എയർപോർട്ടിന്റെ ഒരു ഭാഗം തന്നെയാണ് ആ ഹോട്ടൽ എന്ന് പറയാം. അത്തരത്തിൽ എയർപോർട്ടിന്റെ ഭാഗമായി 2-3 ഹോട്ടലുകളുണ്ട്. അവിടെ നിന്ന് നേരെ എയർപോർട്ടിലെ ചെക്ക് ഇൻ കൗണ്ടറിനടുത്തെത്താം. വഴിയിലേക്ക് ഇറങ്ങേണ്ട, ടാക്സിയും വിളിക്കേണ്ട. കടൽ തീര പാതയിലൂടെയാണ് പോകുന്നത്. കാസ്ട്രൂപ്പ് ദ്വീപിൽ നിന്ന് കുറച്ചകലെ ഡ്രാഗോർ എന്ന ഒരു ഗ്രാമത്തിലേക്കാണ് ആദ്യം പോകുന്നത്. അവിടേക്ക് പോകുമ്പോൾ വലതുവശത്ത് കാണുന്നതൊക്കെ എയർപോർട്ടിന്റെ ഭാഗമായുള്ള സ്ഥാപനങ്ങളാണ്. കാർഗോ കയറ്റി അയക്കുന്ന കേന്ദ്രങ്ങളും ഗോഡൌണുകളുമൊക്കെ. എയർപോർട്ടിൽ നിന്ന് ഏതാണ്ട് 13 കിലോമീറ്റർ ഓടി ഇപ്പോൾ ഡ്രാഗോർ ഗ്രാമത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇതാണ് ഡ്രാഗോർ ഗ്രാമം. ഡെൻമാർക്കുകാരായ സാധാരണക്കാർ വസിക്കുന്ന സ്ഥലമാണ്. സാധാരണക്കാർ എന്ന് പറയുമ്പോഴും നമ്മുടെ നാട്ടിലെ അതിസമ്പന്നരുടെ നിലവാരവും സൗകര്യങ്ങളും അവർക്കുണ്ട്. ഇവിടുത്തെ ദരിദ്രർ, സാധാരണക്കാർ എന്നൊക്കെ പറയുന്നതിനെ നമ്മുടെ നാട്ടിലേതുമായി താരതമ്യം ചെയ്യാൻ പോലും ആവില്ല. പരിതാപകരമായ ഒരു ജീവിതാവസ്ഥ ഇവിടെയൊന്നും കാണാൻ കഴിയുകയേയില്ല. വീടുകളുടെ എല്ലാം ചുറ്റും വേലിപ്പടർപ്പ് പോലെ ചെടികൾ വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട്. സ്വകാര്യതയ്ക്ക് വേണ്ടിയാവണം. എന്നാൽ മതിലുകൾ അപൂർവം വീടുകൾക്കേയുള്ളൂ. ഗ്രാമത്തിലേക്ക് സർവീസ് നടത്തുന്ന ബസ്സുകളുണ്ട്. കുറച്ച് ആളുകളൊക്കെ അത് ഉപയോഗിക്കുമായിരിക്കാം. കൂടുതൽ പേർക്കും സ്വന്തമായി കാറുകളുണ്ട്. ഡ്രാഗോർ എന്ന് ഡാനിഷ് ഭാഷയിൽ ഇങ്ങനെയാണ് പറയുക. നമ്മൾ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ചേർത്ത് ഡ്രാഗോർ എന്ന് പറയുമെങ്കിലും അതല്ല ശരിയായ ഉച്ചാരണം.
നമുക്ക് ജന്മത്ത് പറയാനാവില്ല അതെന്ന് തോന്നും. കുറച്ചൊരു പരിശീലനത്തിന് ശേഷം മാത്രമേ ആ പേര് പോലും പറയാനാവൂ. ഡാനിഷ് ഭാഷയായാലും ഐസ്ലാൻഡിക് ആയാലും അതിലെ വാക്കുകളുടെ ഉച്ചാരണം വലിയ പ്രയാസമാണ്. സഞ്ചാരത്തിൽ ചില സ്ഥലപ്പേരുകളുടെ ഉച്ചാരണം കേൾക്കുമ്പോൾ ആ നാട്ടിൽ ജീവിക്കുന്ന മലയാളികൾ അതങ്ങനെയല്ലെന്ന് വിമർശിക്കാറുണ്ട്. ഒരു മലയാളി ആദ്യമായി ഇങ്ങനെയുള്ള നാടുകളിൽ വരുമ്പോൾ ഓരോ വാക്കും കൃത്യമായി ഉച്ചരിക്കാനാവില്ലെന്നത് സ്വാഭാവികമാണ്. ഒരു സായിപ്പ് കേരളത്തിൽ വന്നിട്ട് കഞ്ഞിക്കുഴിയെന്നും അന്ധകാരനഴിയെന്നും കൃത്യമായി പറയാത്തതുപോലെ തന്നെയാണത്. ഇംഗ്ലീഷിൽ ഡ്രാഗോർ എന്ന് തന്നെയാണ് ഈ സ്ഥലത്തിന്റെ പേരുച്ചരിക്കുക. എന്നാൽ ഡാനിഷിലുള്ള യഥാർത്ഥ ഉച്ചാരണമാണ് വിദ്യാദത്ത് പറഞ്ഞു തന്നത്. ഡ്രാഗോർ എന്ന മുനിസിപ്പാലിറ്റിയിലെ പ്രധാന ടൗണാണിത്. ഡ്രാഗോർ ഹാവൻ എന്ന ചെറിയൊരു ഹാർബർ ഏരിയയുമുണ്ട് ഇവർക്ക്. പഴയ പ്രശസ്തമായൊരു മത്സ്യബന്ധന തുറമുഖമായിരുന്നു അത്. ഹാവൻ എന്നാൽ ഹാർബർ എന്നേയുള്ളൂ അർത്ഥം. ഞാൻ കാറിൽ നിന്നിറങ്ങി നടത്തം തുടങ്ങി. ഡ്രാഗോർ ഹാവനിലേക്കാണ് ഇന്ന് ആദ്യം ഞങ്ങൾ പോകുന്നത്. വിദ്യ കാർ പാർക്ക് ചെയ്യുന്നതിനായി പോയി. ഇവിടം ഒരു പട്ടണഭാഗം പോലെയാണ്. ഗ്രാമത്തിലെ ഒരു അങ്ങാടി എന്ന് പറയാം. ആളുകൾ ഒത്തുചേരുകയും ചെറിയ ഷോപ്പിംഗ് നടത്തുകയും ഒക്കെ ചെയ്യുന്ന സ്ഥലം. ഇന്നൊരു ഞായറാഴ്ചയാണ്. ഇപ്പോൾ നേരം 1 മണിയായിട്ടുണ്ട്. ഇവിടെ കുറെ കടകളുണ്ട്. വിന്റർ തുടങ്ങാൻ പോവുകയാണ്. അതിനാൽ ജാക്കറ്റുകൾക്കും മറ്റു വിന്റർ വസ്ത്രങ്ങൾക്കുമെല്ലാമാണ് ഇനി കൂടുതൽ കച്ചവടമുണ്ടാവുക. ഇന്നൊരു ദിവസത്തേക്ക് മാത്രം എന്ന ബോർഡ് വെച്ച ചില കച്ചവടവും നടക്കുന്നു. ഗ്രാമീണർ വന്ന് അത് ഓരോന്ന് സെലക്ട് ചെയ്യുന്നുണ്ട്. 60% വരെ ഡിസ്കൗണ്ടിലാണ് ഇന്ന് വിൽപ്പന. ഡിസ്കൗണ്ടുള്ള സാധനങ്ങൾ വാങ്ങുന്ന സമ്പന്നർ തന്നെയാണ് ഇവിടെയുള്ളതെന്ന് മനസ്സിലായി. ഡ്രാഗോർ നിവാസികൾ തന്നെയാവാം ഇവരെല്ലാം. ഞായറാഴ്ച ആയതുകൊണ്ട് ആളുകൾ അല്പം വൈകിയേ ഉണർന്നെണീക്കുകയുള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും പലരും വീട്ടിൽ നിന്ന് കഴിക്കില്ല. നേരെ പുറത്തേക്കിറങ്ങും. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടിയ ബ്രഞ്ച് ഏതെങ്കിലും റെസ്റ്റോറന്റിൽ പോയിരുന്ന് കഴിക്കും. അങ്ങനെയാണ് ഇത്തരം രാജ്യങ്ങളിലെയൊക്കെ ഒരു രീതി. ഞാനും അവരുടെ കൂടെ തെരുവിലൂടെ നടന്നു. സൈക്കിളുകളാണ് ഇവിടെ എവിടെയും കാഴ്ച. എല്ലാ ഗ്രാമത്തിലും സൈക്കിളുകൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥലവും അത് ലോക്ക് ചെയ്തു വെക്കാനുള്ള സംവിധാനവുമുണ്ട്. കാറിനേക്കാൾ സൗകര്യം സൈക്കിൾ പാർക്ക് ചെയ്യുന്നതാണല്ലോ. അതുകൊണ്ട് തന്നെ സൈക്കിളാണ് കൂടുതൽ പേരും ഉപയോഗിക്കുന്നത്. കോപ്പൻഹേഗൻ സൈക്കിളിന്റെ ഒരു നാടാണ്. ആളുകളെക്കാൾ കൂടുതൽ സൈക്കിളുകൾ ഉണ്ടെന്ന് തോന്നും. ഇവിടെ ഒരു സ്തംഭമുണ്ട്. അതെന്താണെന്ന് മനസ്സിലായില്ല. ബോർഡുകളുമില്ല. ചരിത്ര സ്മാരകം പോലെ ഒരു ശിലാസ്തംഭം. ഞായറാഴ്ച സൈക്ലിങ്ങിനു വേണ്ടി മാത്രം ഇറങ്ങിയവരെയും കാണാം തെരുവിൽ. ഹെൽമറ്റൊക്കെ അണിഞ്ഞവർ, പട്ടിയുമൊത്ത് നടക്കാനിറങ്ങിയവർ, റെസ്റ്റോറന്റിൽ നിന്ന് എന്തോ വാങ്ങി വീട്ടിലേക്ക് മടങ്ങുന്നവർ, നടക്കാനിറങ്ങിയ ദമ്പതിമാർ. ഇവിടെ വഴിയോരത്ത് നല്ല റെസ്റ്റോറന്റുകളുണ്ട്. ഡ്രാഗോറിന്റെ പ്രധാന അങ്ങാടി ഭാഗത്തേക്കാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ഇവിടെ കുറെ റെസ്റ്റോറന്റുകളുണ്ട്. അതിലെല്ലാം ആളുകൾ വന്നിരിക്കുന്നു. ഒരു ബിയറൊക്കെയായി അവരങ്ങനെ ഇരിക്കുകയാണ്. ചൂടാക്കി നിർത്തിയ റെസ്റ്റോറന്റുകളാണ്. തണുപ്പ് നാടുകളിലെല്ലാം റെസ്റ്റോറന്റിന്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ തീ കത്തിച്ചു വെക്കും. അത് ആളുകളെ ആകർഷിക്കുന്ന ഒരു ഘടകമാണ്. തണുപ്പുള്ളപ്പോൾ തീയെന്നത് നല്ലൊരു പ്രലോഭനമാണല്ലോ. എല്ലാ റെസ്റ്റോറന്റും തീ കത്തിച്ചു വെക്കും. ആളുകൾ അതിന്റെ ചുറ്റും വന്നിരിക്കും. കുറേയേറെ ആളുകൾ. നല്ല കച്ചവടവും നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വീക്കെൻഡിൽ ഇവിടെ നല്ല കച്ചവടമായിരിക്കും. എങ്കിലും അധികം രാത്രിയാവും മുൻപേ തിരക്കൊഴിയും. വെള്ളി, ശനി ദിവസങ്ങളിലെ വൈകുന്നേരങ്ങളിലാണ് യൂറോപ്പിലെ എല്ലാ നഗരങ്ങളിലും റെസ്റ്റോറന്റുകളിൽ വൻ തിരക്കുണ്ടാവുക. ആളുകൾ വീക്കെൻഡിൽ റെസ്റ്റോറന്റുകളിൽ നിന്ന് മാത്രമാണ് ഭക്ഷണം കഴിക്കുകയെന്ന് തോന്നും. കുടുംബസമേതം ആളുകൾ ഭക്ഷണശാലയിലേക്ക് വരുന്നു. ഞങ്ങൾ ആ തെരുവിലൂടെ വീണ്ടും നടന്നു. സൈക്കിൾ സവാരിക്ക് എത്തിയവരെയും വെറുതെ നടക്കുന്നവരെയുമെല്ലാം പല വഴിക്കും കാണാം. ഡ്രാഗോറിന്റെ പ്രധാന ഭാഗത്തുകൂടിയാണ് നടക്കുന്നത്. ചെറിയൊരു പട്ടണം തന്നെയാണ് ഇവിടം. ഇതിലെ നേരെ നടന്നാൽ ഹാർബറിലേക്കെത്താം. ഹാർബർ ലക്ഷ്യമാക്കിയാണ് ഞങ്ങളുടെ നടത്തം. 12-ാം നൂറ്റാണ്ടിൽ രൂപപ്പെട്ട ഒരു ഗ്രാമമാണ് ഡ്രാഗോർ. അന്നിവിടം മത്സ്യബന്ധന ഗ്രാമമായിരുന്നു. ഇവിടെ ഒരു ചെറിയ സ്ക്വയറിലേക്ക് എത്തുമ്പോഴും റെസ്റ്റോറന്റുകൾ കാണാം.
ഇന്നലെ വൈകുന്നേരം ആളുകൾ നിറഞ്ഞിരുന്ന റെസ്റ്റോറന്റ് ആകാം. അതിന്റെ കുടയാണിത്. പോളിത്തീൻ കൊണ്ട് നിർമ്മിച്ച സവിശേഷമായ കുടകൾ. ഒരു കുടുംബം ഇങ്ങനെ പോകുന്നുണ്ട്. ഒരു കുട്ടിയെ പ്രാമിൽ തള്ളിക്കൊണ്ട് അമ്മയും മറ്റൊരു കുട്ടിയെ തോളിൽ വെച്ച് അച്ഛനും. ഭർത്താവ് മുൻപേ നടക്കുകയും ഭാര്യ കുട്ടിയെയും ചുമന്ന് പിറകെ നടക്കുകയും ചെയ്യുന്ന സിസ്റ്റം ഇവിടെയില്ല. എല്ലാ കാര്യത്തിലും രണ്ടുപേരും തുല്യ ഉത്തരവാദികളാണ്. ഗ്രാമത്തിലെ കുട്ടിപ്പട്ടാളം ഇറങ്ങിയിരിക്കുന്നു ഇവിടെ. 6-7 പേരുണ്ട്. സൈക്കിളൊക്കെയായി കളിക്കാൻ ഇറങ്ങിയിരിക്കുകയാണിവർ. ഞായറാഴ്ചയുടെ ഉച്ചനേരമാണല്ലോ. ഇവരുടെ ഒത്തുകൂടലിന്റെ സമയമാകാം ഇത്. ഇതെല്ലാം ഡ്രാഗോർ ഗ്രാമത്തിലെ സാധാരണ കാഴ്ചകളാണ്. നമ്മുടെ നാട്ടിലെയൊക്കെ പോലെ തന്നെ. തൊലിയുടെ നിറവും ഭാഷയും വസ്ത്രവും സൈക്കിളിന്റെ ബ്രാൻഡും മാത്രമാണ് വ്യത്യാസം. കുട്ടികൾ ഉൾപ്പെടെ കുടുംബമായി വരുന്നവർ. ഞാൻ അവിടെ നിന്നും നടത്തം തുടർന്നു. ഡ്രാഗോറിന്റെ ഹാവൻ അഥവാ ഹാർബർ ലക്ഷ്യമാക്കിയാണ് നടത്തം. കടകളുടെ മുന്നിൽ വസ്ത്രങ്ങൾ പ്രദർശിപ്പിച്ചിരിക്കുന്നു. സമ്മർ വസ്ത്രങ്ങൾ വിറ്റുതീർക്കുന്ന സമയമാണിത്. പലരും അതെടുത്തു നോക്കുന്നുണ്ട്. അവരെയൊക്കെ പിന്നിട്ട് ഞാൻ നടന്നു.